നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്ന് വരെയും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കൂട്ട നടപടിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ലോക്സഭയിൽ നിന്നും 95 എംപിമാരും രാജ്യസഭയിൽ നിന്നും 46 എംപിമാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ട സസ്പെൻഷൻ തന്നെയായിരുന്നു, കൂട്ട പുറത്താക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ഈ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രതിപക്ഷ എംപിമാരുടെ ആകെ എണ്ണം ഇപ്പോൾ 141 ആയിട്ടുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തി സഭയുടെ അന്തസ്സിന് ചേരാത്ത പെരുമാറ്റം സഭയ്ക്കുള്ളിൽ കാഴ്ചവെച്ചു തുടങ്ങിയ കാരണങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് സ്പീക്കർ ഈ പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പാർലമെന്റിൽ നടന്ന പുകയാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വിശദീകരണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ നിരന്തരം സഭയ്ക്കുള്ളിൽ വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള മറുപടി നൽകേണ്ടത് ആഭ്യന്തരമന്ത്രിയല്ല, മറിച്ച് പാർലമെന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സ്പീക്കർ തന്നെയാണ് എന്ന് പലവട്ടം സ്പീക്കർ ഇവരോട് പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും കേൾക്കാതെ സഭാ നടപടികളെ ഒന്നടങ്കം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും, പ്രധാനമായും കോൺഗ്രസിന്റെയും NCPയുടെയും DMKയുടെയും ഒക്കെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. എന്തായാലും ഇവർ കൂട്ട സസ്പെൻഷനിലായിരിക്കുന്നു. പക്ഷേ സസ്പെൻഷനിലാവുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇവർക്ക് നിഷേധിക്കപ്പെടുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭയ്ക്കുള്ളിലോ അല്ലെങ്കിൽ രാജ്യസഭയ്ക്കുള്ളിലോ മാത്രമല്ല, മറിച്ച് ചേംബറിലോ ലോബിയിലോ ഗ്യാലറിയിലോ ഒന്നും തന്നെ പ്രവേശിക്കാൻ ഈ എംപിമാർക്ക് സസ്പെൻഷൻ കാലയളവിൽ സാധിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ അവർ അംഗമായേക്കാവുന്ന പാർലമെന്ററി കമ്മിറ്റികളുടെ സിറ്റിംഗുകളിൽ നിന്നും അവർക്ക് താൽക്കാലികമായി പുറത്തു പോകേണ്ടിയും വരും. അവരുടെ സസ്പെൻഷൻ കാലയളവിൽ നടന്ന കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താനും സാധിക്കുകയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. സസ്പെൻഷൻ കാലയളവിൽ ഇവർക്ക് ദൈനംദിന അലവൻസിന് അർഹതയുണ്ടായിരിക്കില്ല. മുൻപ് ഇത്തരത്തിലുള്ള അലവൻസുകളൊക്കെ മുടക്കമില്ലാതെ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതി വേണ്ട എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സസ്പെൻഷൻ കാലയളവിൽ കൃത്യമായ വിലക്കുകളും സാലറി തടസ്സങ്ങളും ഒക്കെ എംപിമാർക്ക് നേരിടേണ്ടി വരും. അങ്ങനെ സഭയ്ക്കുള്ളിൽ മാത്രമല്ല, മറിച്ച് സ്വന്തമായി കിട്ടുന്ന ഓഫീസ് അലവൻസ് അല്ലെങ്കിൽ ഫോണിന് വേണ്ടിയുള്ള അലവൻസ്, അങ്ങനെ ശമ്പളം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഈ ഒരു കാലയളവിൽ നിഷേധിക്കപ്പെടും. അതിനോടൊപ്പം തന്നെ ഇവർ കാണിച്ചു കൂട്ടുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ പാർലമെന്റിനുള്ളിൽ ബഹളം വയ്ക്കുമ്പോൾ സസ്പെൻഷൻ ലഭിച്ച് പുറത്തു പോകുമെന്ന് ഈ എംപിമാർക്ക് തന്നെ അറിയാം. ഈ ഒരു സമയത്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിലൊക്കെ ചർച്ച നടത്തുന്നതും അതൊക്കെ പാസ്സാക്കിയെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനി എത്ര പേർ കൂടി പുറത്തു പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം വിരലിലെണ്ണാവുന്ന അത്ര പ്രതിപക്ഷ എംപിമാർ മാത്രമേ ഇപ്പോൾ പാർലമെന്റിനുള്ളിലുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.